ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് ചെയ്ത വർക്കാണിത്. ഇതൊരു സാധാ ചുരിദാറാണ്. അപ്പോൾ ഞാനിത് ചെയ്തത്, ഇതിൻ്റെ നെക്ക് ചെയ്തേക്കുന്നത് ബോട്ടത്തിൻ്റെ പീസ് വെച്ചിട്ടാണ്. അത് കൈക്കും ഒരു 1.5 ഇഞ്ച് വീതിയിൽ ബോട്ടത്തിൻ്റെ പീസ് കൊടുത്ത് നെക്കിലും ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്ക് രാവിലത്തെ ഇതായിരുന്നു. ഇത് ഞാൻ വെറുതെ സ്റ്റിഫിൽ വെച്ച് മറിച്ചേക്കാണ് കേട്ടോ. നെക്കൊന്നും ഹെമ്മിങ് ചെയ്യാത്ത രീതിയിൽ ചെയ്തെടുത്തേക്കണം, എളുപ്പത്തിലുള്ള രീതിയിൽ. അപ്പോൾ ഈ സ്റ്റിഫ് നമ്മൾ ഏത് നെക്കിലും നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിഫിലേക്ക് ബോട്ടത്തിൻ്റെ പീസ് തേച്ച് ഒട്ടിച്ചിട്ട് അത് അടിച്ച് മറിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതങ്ങനെയാണ് ചെയ്തേക്കണത്. ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്യാനും ഇത് നല്ല എളുപ്പമായിരുന്നു. നമുക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോട്ടം വന്നത് ഇതാണ്. ഇതൊരു സാധാ ബോട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്, വള്ളിയൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ കൂടുതലും അലാസ്റ്റിക്കാണ് എല്ലാ ബോട്ടത്തിനും വന്നത്. വള്ളി ചെയ്യൽ കുറവാണ്. ഇതിപ്പോൾ ഒരു സാധാ ബോട്ടായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്, സൈഡിൽ ഫ്ലീറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് പഴയ ഇത് ചെയ്യണവർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ബോട്ടം ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്ട്രൈറ്റ് ബോട്ടമൊക്കെയാണ് ചെയ്യണത്. ചുടിയും ഇങ്ങനെ സാധാ ബോട്ടമൊക്കെ കൂടുതലും കസ്റ്റമർ പറയാറില്ല കേട്ടോ. ഇപ്പോൾ മറ്റേ പാൻറ്റാണ്, സ്ട്രൈറ്റ് പാൻറ്റും സിഗരറ്റ് പാൻറ്റും അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യണത്. ഇതിപ്പോൾ ഒരുപാടായി ഇങ്ങനത്തെ സാധാ പാൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്ക് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാനിത് മടക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ വീഡിയോകളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.